ഹായ് ഡിയർ എഞ്ചിനീയേഴ്സ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് 2024 ജോബ് ലഭിക്കാൻ, 2024 ഒരു ജോബ് ലഭിക്കാൻ നമ്മൾ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ 2024 എഞ്ചിനീയേഴ്സിന് സ്കോപ്പ് ഉണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അതായത് ഏത് ബ്രാഞ്ചിനാണ് കൂടുതൽ പ്രയോറിറ്റി വരുന്നത്, ഏത് പഠിച്ചാലാണ് പെട്ടെന്ന് ജോബ് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കുറെ കടലാസ് കഷ്ണങ്ങളായിരുന്നു. അതായത് നിങ്ങൾക്ക് ബിടെക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് ലഭിക്കുമായിരുന്നു അല്ലെ. അതായത് സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ട്, ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ജോബ് കൊടുക്കാറുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നിങ്ങൾ പല കമ്പനികളും ഈവൻ ബിടെക് പാസ് ആവാത്ത സപ്ലൈ ഉള്ള ആളുകൾക്ക് വരെ ജോബ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിലെല്ലാം ഒരു കമ്പനി ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രയോറിറ്റി? അയാൾ ബിടെക് പാസ്സായിരിക്കുന്നു എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. അയാൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളതാണോ? ഒരിക്കലും അല്ല. ഇതൊന്നുമല്ല. എന്താണ് 2024 അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ജോബിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ തന്നെയാണ് എല്ലാ കമ്പനികളും നോക്കുന്നത്. അതായത് ബിടെക് പഠിച്ചിറങ്ങുന്ന ആളുകൾ, ഇപ്പൊ ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത് ബിടെക് കഴിഞ്ഞിട്ട്, ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ട് ബൾബ് മാറ്റിയിടാൻ അറിയാത്ത എഞ്ചിനീയർ എന്ന് പറയുന്ന ചീത്തപ്പേരുള്ള ആളുകളാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലേ. അതൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കോളേജുകളിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു പേര് ദോഷം നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. അത് ഇലക്ട്രിക്കലിന്റെ കേസിൽ മാത്രമല്ല, മെക്കാനിക്കലിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്തരം ബ്രാഞ്ചസിലൊക്കെ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു സർട്ടിഫിക്കറ്റുമായിട്ട് ബിടെക് ഫസ്റ്റ് ക്ലാസ് ബിടെക് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിടെക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്കിൽ സെറ്റ് ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും സ്കില്ലിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആ മേഖലയിൽ നമുക്ക് ഒരു ജോബിലേക്ക് നമ്മളൊരു സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ജോബ് ചെയ്യാൻ നമ്മൾ ഏബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറുന്നത്. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. നിങ്ങൾ ബിടെക് ഫൈനൽ ഇയേഴ്സോ അല്ലെങ്കിൽ ബിടെക് പാസ് ആയിട്ടുള്ള ആളുകളോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും യൂസ്ഫുൾ ആവും. അതായത് ഇപ്പൊ നമുക്ക് വിദേശ രാജ്യങ്ങൾക്ക് ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രിക്കൽ ഡിസൈനിങ്ങും അതേപോലെ തന്നെ മെക്കാനിക്കൽ ഡിസൈനിങ്ങും. സോ ഈ മെക്കാനിക്കൽ ഡിസൈനിങ്ങും ഇലക്ട്രിക്കൽ ഡിസൈനിങ്ങും പഠിച്ചുകൊണ്ട് ഒരാൾ അവിടെ ജോബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മികച്ച സാധ്യതയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ പറയാൻ പോകുന്ന ഡിസൈനിങ് കോഴ്സസ് ഒക്കെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോബ് ലഭിക്കുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ആൻസർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകാൻ, ഞാൻ ഇന്ന കോഴ്സിൽ, ഞാൻ മെക്കാനിക്കൽ ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ഞാൻ ഇലക്ട്രിക്കൽ ഡിസൈൻ ഡ്രോയിങ്ങിൽ എന്താണ് എക്സ്പെർട്ട് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവർ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റുകളും അവർക്ക് പൊളിക്കാൻ രണ്ട് ചോദ്യങ്ങൾ മതി. അപ്പൊ എന്താണ്, സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്, പഠനമാണോ വേണ്ടത്? അവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടത്. അതായത് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജോബിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞങ്ങൾ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന MEP കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, MEP കോഴ്സുകളുടെ പ്രത്യേകത, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് GCCയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രൊജക്ടുകളായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ്സുകളായിട്ട് തരുന്നുണ്ടാവുക. അപ്പൊ ഈ ലൈവ് പ്രൊജക്ടുകൾ നിങ്ങൾ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. സപ്പോസ് നിങ്ങൾ ഒരു ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ പറ്റും. അതൊരിക്കലും എൻട്രി എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. എൻട്രി കൃത്യമായിട്ട് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സ്കില്ല് കംപ്ലീറ്റ് ആയിട്ട് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾക്ക് ആ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് GCCയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രൊജക്ടുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന അസൈൻമെന്റ്സുകൾ അങ്ങനത്തെ അസൈൻമെന്റ്സ് ആയിരിക്കും. സോ ആ പ്രൊജക്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത പ്രൊജക്ടുകൾ തരും. അതുവഴി നിങ്ങൾ ആ പ്രൊജക്ടുകൾ ഏബിൾ ആവും. അതായത് നിങ്ങൾ അതിൽ എന്തായിരിക്കും, അതിൽ ഇൻവോൾവ് ചെയ്യാണ്. സോ ആ രീതിയിലുള്ള സ്കില്ലിംഗ്, അപ് സ്കില്ലിംഗ് കോഴ്സസ് ആണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. എൻട്രിയുടെ MEP കോഴ്സിൽ നിന്ന് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ വന്നിട്ടുള്ള പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 200-ലധികം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റി. ഈ പ്ലേസ്മെന്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അയാൾ കംപ്ലീറ്റ് 100% കമ്പനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും.
നമ്മൾ ഒരു കമ്പനിക്ക് വർത്തായിരിക്കണം. നിങ്ങൾക്ക് പല ആളുകളും ജോബിന് പോകുന്ന സമയത്ത് കമ്പനിയിൽ എന്തായിരിക്കും, കമ്പനിയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട് അല്ലെ? എന്തുകൊണ്ടായിരിക്കും? കമ്പനി നമ്മൾ പുറത്താക്കുമോ, കമ്പനി തന്നെ തുടരാൻ കഴിയുമോ എന്നുള്ള പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ കമ്പനിക്ക് വെർത്താണോ, നമ്മൾ ആ കമ്പനിക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള ആ ഒരു ചോദ്യമല്ലേ അവിടെ പ്രധാനപ്പെട്ടത്. ഇവിടെ ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് 2024 ഏറ്റവും സ്കോപ്പ് ഉള്ളത് ആർക്കാണ് എന്നുള്ള ചോദ്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2024 ഏറ്റവും സ്കോപ്പ് ഉള്ളത് ഏറ്റവും നല്ല സ്കിൽ സെറ്റ് ഉള്ള, ഏറ്റവും നല്ല സ്കില്ലുള്ള, അപ്സ്കില്ലിംഗ് ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സിന് തന്നെയായിരിക്കും ഇനിയുള്ള വർഷങ്ങളിൽ സാധ്യത ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള സ്കില്ല് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങളുടെ സാധ്യതകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നല്ല ജോലിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. ഒരിക്കലും ഒരു ജോബ് ഗ്യാരണ്ടി അല്ല ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മറിച്ച് എന്താ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്? 100% നിങ്ങളെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, മൗൾഡ് ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് തരും. കാരണം നിങ്ങൾക്ക് തരുന്ന ഓരോ കാര്യങ്ങളും, പ്രൊജക്ടുകളായിക്കോട്ടെ, അസൈൻമെന്റ്സുകളായിക്കോട്ടെ, അത് ഡയറക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങളുടെ കമ്പനിയിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് കാണാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അതുവഴി നല്ലൊരു എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എൻട്രിയുടെ ഒരു ഡ്രീം വിഷൻ തന്നെയാണ് ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഫൈനലിയേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകാം. MEP കോഴ്സിലൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ മറ്റൊരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മറ്റു ബ്രാഞ്ചസിലുണ്ട്. അപ്പൊ സിവിൽ ആണെങ്കിൽ QS പോലുള്ള കോഴ്സുകളുണ്ട്. QS കോഴ്സുകളിലും ഒരുപാട് പ്ലേസ്മെന്റുകൾ എൻട്രി തുടർച്ചയായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അത്രയും ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ കോഴ്സും തരുന്നത്. സോ ഇത് നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലിങ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇത് കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഡിസൈൻ ചെയ്ത ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം ഉടനെ ആരംഭിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.